വിമുക്തരാകേണ്ടവരാണ് പോലീസും അതുപോലെ മറ്റ് നീതി നിർവഹണത്തിനും നിയമപരിപാലനത്തിനുമൊക്കെയുള്ള നമ്മുടെ എല്ലാ സംവിധാനങ്ങളും. പെൺകുട്ടി തുറന്നു പറഞ്ഞു എന്നുള്ളതും വീട്ടുകാര് ആ കുട്ടി പറയുന്നത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതുമാണ് ഇക്കാര്യത്തിൽ ഒരു പോസിറ്റീവായ ഘടകമായിട്ട് വന്നിട്ടുള്ളത്. വിസ്മയുടെയൊക്കെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ ആവർത്തിച്ചിട്ടും ഇതാണ് മകളെ ജീവിതം, വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് എന്ന് സാധാരണ മട്ടിൽ പറഞ്ഞ് അങ്ങനെ വീണ്ടും തിരിച്ചയക്കുമ്പോ വലിയ ശ്വാസം മുട്ടിയുള്ള ജീവിതമാണ് പല പെൺകുട്ടികൾക്കും കുടുംബങ്ങൾക്കകത്തും ഉണ്ടാകുന്നത്. ഇന്നത്തെ ഈ ഉത്തരാധുനിക ലോകത്ത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് അതൊക്കെ. വല്ലാതെ വിമ്മിഷ്ടപ്പെട്ടും വിഹുലപ്പെട്ടും ഒക്കെ തന്നെ പല കുടുംബങ്ങൾക്കകത്തും നമ്മുടെ പെൺമക്കൾ ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിവാഹാലോചനകളൊക്കെ വരുമ്പോൾ വിശദമായ അന്വേഷണങ്ങൾ നടത്തി തന്നെ അത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോ ഈ വരൻ തന്നെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ വ്യക്തമാകുന്നത്. അത്തരം കാര്യങ്ങൾ അറിയപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് എടുത്തു ചാടി ഏതെങ്കിലും അത് നല്ല ആലോചനയാണ് എന്ന് കണ്ടുകൊണ്ട് കഴിച്ചു കൊടുക്കാൻ തയ്യാറാവല്ല, മറിച്ച് എല്ലാ വിശദാംശങ്ങളും നല്ലതുപോലെ അന്വേഷിച്ചിട്ട് മാത്രം വിവാഹ ഉടമ്പടികളിൽ ഏർപ്പെടുകയാണ് ഭദ്രം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം. അതിൽ പലപ്പോഴും പോലീസ് സ്റ്റേഷനിലുള്ള ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു എന്നാണ് ഇതൊരു പരാതിയായിട്ട് മുന്നോട്ട് പോയത്. സ്റ്റേഷനിൽ തന്നെ ഒരു മധ്യസ്ഥം പറഞ്ഞ് തീർക്കുന്ന പരിപാടിയായിട്ട് അതിപ്പോ സ്ത്രീകളുടെ കാര്യത്തിലായാലും ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ലിംഗനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടുതലായിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. അത് ഉണ്ടാക്കുന്നതിന് അവരുടെ പരിശീലന പദ്ധതികളിലൊക്കെ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. കൂടുതലായിട്ട് അവരെ നിരന്തര ബോധവൽക്കരണത്തിലൂടെ ഇത്തരം കാര്യങ്ങളിൽ നീതി നിർവഹണത്തിന് ഹെൽപ്പുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.